ഈശ്വര, ഈ മാസമെങ്കിലും പരിക്കുകളൊന്നും ഇല്ലാതെ മേലുദ്യോഗസ്ഥരുടെ ശകാരങ്ങളൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകാൻ സഹായിക്കണേ. സസ്പെൻഷൻ ഒന്നും കിട്ടരുതേ. ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു സാറേ. ഇതെന്താ അഭയാർത്ഥിക്കാം? എന്തു പറ്റി അലിസേ? വനിതാ പോലീസിന് സുരക്ഷിതത്വം വേണമെന്ന് എത്ര തവണയായിട്ട് പറയുന്നതാ. ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാനാണ് ഇവിടെ പോലീസ് ഉള്ളത്. ആ നിങ്ങളെ സംരക്ഷിക്കാൻ ഇനി വേറെ പോലീസിനെ നിയോഗിക്കണോ? എന്താ സംഭവിച്ചത്? ഞങ്ങൾ ജംഗ്ഷനിൽ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ ഒരുത്തൻ പോക്കറ്റ് അടിച്ചിട്ട് പോകുന്നു. ഞങ്ങൾ 3 പേരും വളഞ്ഞു പിടിക്കാൻ നോക്കി. എന്താ നിങ്ങളെ കാണിച്ചത്? ഉടനെ എന്നെ വിളിക്കണ്ടേ? അപ്പോഴേക്കും പോക്കറ്റ് അടിക്കാരൻ അവന്റെ വഴിക്ക് പോയി. ഇപ്പോഴും അവനവന്റെ വഴിക്ക് പോയി. ഞങ്ങൾക്ക് 3 നല്ല ഇടി കിട്ടും. നമുക്ക് ഇപ്പൊ തന്നെ പോയി പിടിക്കാം. ഒന്ന് പിടിച്ചതിനെ ഞാനിപ്പോ അനുഭവിക്കുന്നു. അവൻ നടു റോഡിട്ട് ചവിട്ടി. എന്നിട്ട് അവന്റെ സഹായത്തോടെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. എന്റെ ചെകിട്ടത്തൊരു ഇടിയും കിട്ടി, ചേച്ചിയുടെ വയറ്റത്തൊരു തൊഴിയും കിട്ടി. നല്ല വേദന. അനുഭവിച്ചോ? അനുഭവിക്ക്. ഞാനില്ലാതെ ഒരു ചെക്കിങ്ങിന് പോകരുതെന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? സാറുണ്ടായിരുന്നെങ്കിലേ സാറിനിട്ടും കിട്ടിയ. അത് സബീനയാണോ തീരുമാനിക്കുന്നത്? ആ പോക്കറ്റ് അടിക്കാരൻ ഭയങ്കര കുങ്ഫു ആയിരുന്നു. കുങ്ഫു അല്ല, കരാട്ടെ. 1 സെക്കൻഡ് കൊണ്ട് ഞങ്ങള് 3 പേരെ ഇടിച്ച് നിലത്തിട്ടിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവൻ പോക്കറ്റ് അടിച്ച യാത്രക്കാരന്റെ പേഴ്സിയെ പിടിച്ചു വാങ്ങിച്ചു. അയ്യോ, വലിയ കാര്യമായി പോയി. 3 പേരുണ്ടായിരുന്നിട്ടും ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ നിങ്ങളൊക്കെ എന്തിനാണ് പോലീസിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? വലിയൊരു അഭ്യാസിക്ക് മുമ്പില് ഞങ്ങൾ ഈ ലാത്തി കൊണ്ട് എന്നാ ചെയ്യാനാ? എങ്കിൽ നിങ്ങൾക്ക് മെഷീൻ കണ്ടുതരാം. നിങ്ങൾക്ക് പഠിക്കാലോ ഈ അഭ്യാസമൊക്കെ. അതെങ്ങനാ? ഡിപ്പാർട്ട്മെന്റ് പോലീസിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ മുങ്ങാം എന്നാണല്ലോ ഇവിടെ പലരും ആലോചിക്കുന്നത്. പുതിയ സർക്കുലറിലെ ഡിപ്പാർട്ട്മെന്റ് വക നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിയാമോ? പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഒരു ആയോധന കല പഠിച്ചിരിക്കണമെന്ന്. നിങ്ങളിൽ ആർക്കറിയാം ആയോധന കല? ഞാനൊരു 5-6 വർഷം മുമ്പ് ഡാൻസ് പഠിച്ചിട്ടുണ്ട് സാർ. കുച്ചിപ്പുടി. ആണോ? എന്നാ പിന്നെ ഇനി പഠിക്കണ്ട. ഞാൻ പറഞ്ഞത് ആയോധന കലയെ കുറിച്ചാണ്, അല്ലാതെ ഡാൻസും പാട്ടൊന്നും അല്ല. മാർഷൽ ആർട്സ്, കളരി, കരാട്ടെ, കങ്ഫു, ജൂഡോ, അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ കോച്ചിപ്പടിയല്ല. അങ്ങനെ എന്തെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം പോലീസുകാർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. പ്രതാപൻ സാറ് പറഞ്ഞതുപോലെ ആയോധന കല പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സമ്മതാണ് സാർ. പോക്കറ്റ് അടിക്കാരന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഒരു അഭ്യാസം പഠിക്കണമെന്ന്. കരാട്ടെ, ജൂഡോ, കങ്ഫു, കളരിപ്പയറ്റ്, ഇതിലേത് പഠിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? പുരുഷോത്തമൻ സാറിനോടും കൂടി ചോദിച്ചിട്ട്. പ്രായമായവരൊക്കെ അഭ്യാസം പഠിച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാ? എന്നാലും അദ്ദേഹം ഇവിടുത്തെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അല്ലേ? എങ്കിൽ നിങ്ങൾ 4 പേരും കൂടെ ആലോചിക്കുക എന്ത് പഠിക്കണമെന്ന്. അരമണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയിക്കണം. ആ പോക്കറ്റടിക്കാരൻ കരാട്ടക്കാരനാണെന്ന് ഉറപ്പാ. എന്തൊരു ഇടിയാ ഇടിച്ചത്. സ്ത്രീകളോടൊരു മയോയെങ്കിലും കാണിക്കണ്ടേ? ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് കരാട്ടെ പഠിച്ചാലോ? അതാവുമ്പോഴേ 4-5 പേരെ ഒരേ സമയം അടിച്ച് നിലത്തിടാം. അതിനേക്കാളും നല്ലത് കുങ്ഫുവാ. ജാക്കിച്ചാനൊക്കെ അതിന്റെ ആളാ. കണ്ടില്ലേ, ഒരേ സമയം എത്ര എണ്ണത്തിനെ ചറപറാന്ന് ഇടിച്ചു മേടിക്കുന്നറിയോ? പഠിക്കുന്നെങ്കിൽ കുങ്ഫു തന്നെ പഠിക്കണം. ഞാൻ +2 പഠിക്കുമ്പോ 1 വർഷം ജൂഡോ പഠിച്ചതാ. അതുകൊണ്ട് ജൂഡോ എനിക്ക് എളുപ്പോ. ജൂഡോ മതിയെന്ന് തീരുമാനിക്കാം. ജൂഡോ വേണ്ട, പഠിക്കുകയാണെങ്കിൽ കരാട്ടെ. അതേ കുറഞ്ഞ ഒരു പരിപാടിക്ക് ഞാനില്ല. കുങ്ഫുന് എന്താ ഒരു കുഴപ്പം? സ്ത്രീകൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് കുങ്ഫു തന്നെയാ. എങ്കിൽ ആലീസ് കുങ്ഫു പഠിച്ചോ, ഞാൻ ജൂഡോ പഠിച്ചോളാം. ജൂഡോ ഒന്നും എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ല. കുങ്ഫു ആണെങ്കിൽ ഈസിയാ. അല്ല, അതെ, ഇടിക്ക് നല്ല പവർ കിട്ടണമെങ്കിൽ കരാട്ടെ തന്നെ വേണം. ജൂഡോടെ ഇടി ഓരോ കിൻഡലാ. ജൂഡോയും കുംഫുവും കരാട്ടയും
ഇതൊക്കെയാണോ നമ്മൾ പഠിക്കേണ്ടത്? ഏ? ഏ? കേരളത്തിന് തനതായ ഒരു ആയോധന കലയുണ്ട്. ഇടത് കാല് നിഴലിടർന്ന് വലത് കാല് മുന്നോട്ട് വെച്ച് ഒറ്റ കാല് പുറന്നോട്ടെടുത്ത് കളരിപ്പയറ്റ്, തച്ചോളി ഒതേനും പാരാട്ടു കോമനും ആരോമലും ഉണ്ണിയും ഒക്കെ മലയാളത്തിന് സമ്മാനിച്ച ആരോഗ്യമുള്ള ഒരു ആയോധന കല. അബലയായ സ്ത്രീയെ ഉണ്ണാർച്ചയാക്കിയ ആയോധന കല. അറിയാവോ? നമുക്കതേ ഓടിച്ചാ പോരെ? എന്താ പോരെ? അതെ, കേരളത്തിന്റെ തനതായ കല പുരുഷോത്തമ സാർ തന്നെ പഠിച്ചാ മതി. ഞങ്ങൾ ഇത്തിരി മോഡേണാ. അല്ലെങ്കിൽ തന്നെ കളരി എന്ന് പറയുന്നത് ആയുധം വെച്ചുള്ള കളിയാ. എന്നാര് പറഞ്ഞു? വയറ്റു പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം. അതല്ല വെറും കൈ അഭ്യാസം മതിയെങ്കിൽ അത് പഠിക്കാം. രണ്ട് കൈയിലും ആയുധമായിട്ട് നിന്നിട്ട് രക്ഷയില്ല, പിന്നെയാണ് വെറും കൈ. ഇതിപ്പോ നടക്കണമെങ്കിലേ ജൂഡോ പഠിക്കണം. ഞാൻ അതിനുള്ള ആളെ ഏർപ്പാട് ചെയ്യാം. കുങ്ഫു പഠിപ്പിക്കാനാണെങ്കിൽ ആളെ കൊണ്ടുപോരെ. എല്ലായിടത്തും കരാട്ടയാ, ഇവിടെയും കരാട്ട തന്നെ മതി. എന്ന് സബീനയാണോ തീരുമാനിക്കുന്നത്? ഈ സ്റ്റേഷനിൽ കളരി മതി. അതെ, പ്രതാപ് സാർ പറയട്ടെ. ഇതിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിന്ന ഒരു തീരുമാനം ആവത്തില്ല. പ്രതാപേട്ടൻ വന്ന് ചോദിക്കുമ്പോ നമ്മൾ ഈ രീതിയിൽ 4 പറഞ്ഞ പ്രതാപേട്ടൻ പറയുന്ന വേറെന്തെങ്കിലും നമ്മൾ പഠിക്കേണ്ടി വരും. ആരും സമ്മതിക്കാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നറുക്കിടാം. 4 ഏതാണോ കിട്ടുന്നത് അതെല്ലാവരും അംഗീകരിക്കണം. ഓക്കെ? സമ്മതം. പഠിച്ചോനെ, കരാട്ട തന്നെ വരണേ. എന്റേതായിരിക്കും. എന്റേതായിരിക്കും. ജൂഡോ ആണോ? കുങ്ഫുവാ. അല്ലാതെ എന്താ? കളരി. എന്റെ ദൈവമേ, ഞാനെടുത്ത നറുക്ക് ആദ്യമായിട്ട് അടിക്കുന്നേ. തീരുമാനം എന്തായി? ഞങ്ങൾ കളരിപ്പയറ്റ് പഠിക്കാൻ തീരുമാനിച്ചു സാർ. യുവർ സെലക്ഷൻ ഈസ് ഗുഡ്. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. ഇനിയിപ്പോ അടുത്ത പ്രശ്നം, നമ്മൾ പോലീസുകാരെ കളരി പഠിപ്പിക്കാൻ പ്രാപ്തനായ ഒരു കളരി ഗുരുക്കളെ എവിടെ നിന്ന് കിട്ടും? അതോർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ട സാർ. അതിനു പറ്റിയ ഒരാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഓഹോ, തെക്കൻ വടക്കൻ കളരിമുറകൾ സ്വായത്തമാക്കിയ അഭ്യാസികളിൽ അഭ്യാസി, 7.5 കളരിക്കാശായി, കൈമൾ കുരുക്കൾ. ആശാനെത്തി. മുമ്പിൽ വന്ന് നിന്നിട്ട് എത്തി എന്ന് പറയണ്ട. അഭ്യാസിക്ക് അഭ്യാസി, 7.5 കളരിക്ക് ആശാൻ, കൈമൾ ഗുരുക്കൾ എത്തിയിരിക്കുന്നേ. ഇതാ ഗുരു. അടി പതറരുത്. ഇയാളെന്താ ഇങ്ങനെ? ആ കാല് ശ്രദ്ധിച്ചോ? നല്ല വളവുണ്ട്. അതല്ല, നടപ്പിന്റെ ആ രീതി കണ്ടോ? ചോടാ ചോട്. ഗുരുക്കളെ കാണുമ്പോൾ ഉപചാരം കാണിക്കണ്ടേ പോലീസുകാരെ? എടാ പുരുഷോത്തമ, നീ ഇപ്പോഴും പോലീസിലാണോ? ഞാനാണല്ലോ ആശാനെ വിളിപ്പിച്ചത്. പോലീസിന്റെ വില കളയാതെ നിനക്ക് രാജിവെച്ച് പൊക്കൂടടാ പുരുഷോത്തമ. അത് കറക്റ്റ്. ആശാൻ അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അകത്തോട്ട് കയറ്റിയുള്ള പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ ഈ കൈമൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. എന്റെ അനന്തരവനാ ആരോമല്. 7.5 കളരിക്ക് ആശാനായ ഞാൻ എന്റെ 3.5 കളരി ഇവന് കൊടുത്തു. ആശാന് കുടിക്കാൻ അതൊക്കെ വേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. ആരോമലെ, അമ്മാവാ, എന്റെ അനന്തരവനാ. പറഞ്ഞായിരുന്നു. പറയണല്ലോ, അഭ്യാസങ്ങളൊക്കെ ഇവനാ പഠിപ്പിക്കുന്നേ. ഞാൻ 7.5 കളരിയുടെ ആശാന, അതിൽ 3.5 കളരി ഇവന് കൊടുത്തു. ആരോമലെ, താഴെറക്ക്. തെക്കൻ വടക്കൻ തുളുനാടൻ നാടൻ, നിങ്ങൾക്കിത് ഏതാ വേണ്ടത്? എല്ലാം കുറേശ്ശെ ഇരിക്കട്ടെ.
പക്ഷേ പയറ്റാണ് പ്രധാനം. അതിനുള്ള വാളും പരിചി ധരിക്കാനുള്ള അംഗവസ്ത്രവും നിങ്ങൾ തന്നെ വാങ്ങേണ്ടി വരും. അപ്പൊ അതൊന്നും ആശാന്റെ കയ്യിലില്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ പണയത്തില്ല. തറവാട്ടില്ല, കേട്ടിട്ടില്ലേ? തച്ചോളി തറവാട് അവിടെയാ. ഏതാ ചേച്ചി ഈ തച്ചോടി തറവാട്? ഈ സ്വർണ്ണപ്പണയ ബാങ്കില്ലേ, അതുപോലെ വാളും പരിചയം പണയം വെക്കുന്ന ബാങ്കാ. ഓ അതാണോ? ഇത് അധിക വരുമാനമില്ലാത്തൊരു ചെറിയ പോലീസ് സ്റ്റേഷനാ. അതുകൊണ്ട് ബഡ്ജറ്റ് കുറവാ. കാര്യങ്ങളൊന്ന് ചുരുക്കി ചെയ്യണം. അതിന് വേറെ ആളെ നോക്കണം. ആരോമലേ പറ. നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് അമ്മാവൻ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കിട്ടണം. കേട്ടല്ലോ, ദേ എവിടെയെങ്കിലും കുറ്റിയടിച്ചെന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പോകുന്ന എന്റെ രീതി അല്ല. കുത്തിച്ചാടി ഞെരിഞ്ഞമർന്ന് ഞാൻ കളത്തി നിൽക്കൂ. അതുകൊണ്ട് എന്റെ ഓരോ അടവിനും നല്ല തുക ചിലവാവും. ആരോമലേ നിന്റെ ഒരു മുറ എന്ന് കാണിക്കണം. അമ്മാവ ആശാനെ. മൂന്നര കളിയുടെ ആശാൻ എന്റെ അനന്തരവനാ. എന്താ ഇത്? ഇപ്പോഴേ ചാടി മറിയണ്ട. നാളെ മുതൽ കളരിയാശാൻ ഓരോന്ന് പറയും, കാണിക്കും. അതനുസരിച്ച് ചെയ്താ മതി. ഇന്നലെ ആശാന്റെ അനന്തരവന് എന്തൊരു പ്രകടനമായിരുന്നു. കളരി പഠിച്ചാൽ അതുപോലെയൊക്കെ കാണിക്കാനേ പ്രതാപനെ കൊണ്ട് പറ്റുമോ? അതൊക്കെ നിസ്സാര കാര്യമല്ലോടി. ഒരു 3 ദിവസം അതിനുള്ളിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങൾ ഞാൻ കാഴ്ചവെച്ചു. ഒരാൾ പൊക്കത്തിലൊക്കെ പ്രതാപേട്ടന് ചാടാൻ പറ്റുമോ? ഒരാൾ പൊക്കൂ. നീ വടക്കം വീരാതെ കണ്ടേ? അതിൽ മമ്മൂക്ക് ഒരു കോട്ടയുടെ മുകളിൽ കൂടി ഡൈവ് ചെയ്യുന്ന നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് ഡ്യൂപ്പല്ലേ? ഡൂപ്പോ? മമ്മൂക്കയ്ക്ക് ഡൂപ്പോ? ആ അങ്ങനെയാണെങ്കിൽ നീ പറയുമല്ലോ മൃഗയിൽ അഭിനയിച്ച മമ്മൂട്ടി ഡൂപ്പാണെന്ന്. അപ്പൊ അല്ലേ? അല്ല എടി, അവരൊക്കെ എന്തുമാത്രം ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് അഭിനയിച്ചാലും നിന്നെ പോലുള്ള വിവരമില്ലാത്തവർ പറയും അതൊക്കെ കള്ളത്തരമാണെന്ന്. എന്നിട്ട് ആരോമല പറഞ്ഞത് അയാള് 12 വർഷമായിട്ട് കളരി പഠിക്കാന്നാണല്ലോ. ആര്? സുരേഷ് ഗോപിയുടെ ആരോമല? അതല്ലെന്നേ, ഇന്നലെ വന്നില്ല മറ്റേ 7 കളരി. കളരിയുടെ ആശ. ആ അനന്തരവൻ ആരോമല. നീ ഇതപ്പോ ചോദിച്ചറിഞ്ഞു? അങ്ങേരുടെ അഭ്യാസം കണ്ടപ്പോ ഒരു ആരാധന തോന്നി, അങ്ങനെ പരിചയപ്പെട്ടതാ. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് അഭ്യാസം നടത്തുക. എന്നോട് നിനക്ക് ആരാധനയില്ല. പക്ഷെ ഇന്ന് വന്ന് കയറി ചാടി മറിഞ്ഞവനോട് ആരാധന. പ്രതാപേട്ടൻ എന്താ കുത്തും കോളും വെച്ച് സംസാരിക്കുന്നത്? പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെയാണെങ്കിലേ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുക. പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. ഞാനൊരു ഉണ്ണിയാർച്ചെങ്കിലും ആവും. അയക്കോ? പക്ഷെ നീ എന്നെ കുഞ്ഞിരാമനാക്ക. അതാരാ കുഞ്ഞിരാമൻ? ഉണ്ണിയാർച്ചയുടെ കുഞ്ഞമ്മയുടെ മോൻ. കളിയാക്കിയതാണല്ലേ. അതൊക്കെ അങ്ങ് മാറും, നോക്കിക്കോ. നാളെ മുതൽ കളരിയിൽ എന്റെ പെർഫോമൻസ്. കണ്ണിക്കൊള്ളും. എടി, ഞാൻ പോലീസ് അക്കാഡമിയിലെ പ്രധാന അഭ്യാസിയായിരുന്നു. ദക്ഷിണ കൊണ്ട് വെക്കാം. ഇത് കുറഞ്ഞുവല്ലോ. അയ്യോ, എസ് ഐ എവിടെ? വെട്ടമുറുക്കാൻ പോയി. സോറി, കച്ചമുറുക്കാൻ പോയി. കളരിക്ക് കുറെ നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് കൃത്യനിഷ്ഠ. പ്രതാപൻ സാർ ഉടനെ വരും. അവൻ എസ് ഐ വരുമ്പോ വരട്ടെ, നമുക്ക് തുടങ്ങാം. ഇതിലാർക്കെങ്കിലും കളരിയുമായി പരിചയമുണ്ടോ? എന്റെ വൈഫിന് ചെറുതായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ സെബാസ്റ്റ്യൻ സാർ കൃത്യമായിട്ട് 8:30 മുമ്പ് വീട്ടിലെത്തുന്നത്. ആശാനെ, എസ് ഐ വരാതെ തുടങ്ങാൻ പറ്റില്ല. ഈ കളരിക്ക് ആശാൻ ഞാനാ. ഈ കളരി മാത്രമല്ല,
ഇതുപോലുള്ള 7-7.5 കളരിയുടെ ആശാന്മാരുടെ ആശാനാണ് ഞാൻ. അതിൽ 3.5 കളരി. ഇപ്പൊ തന്നെ ഒരുപാട് പറഞ്ഞു. മതി മതി. മതിയെങ്കിൽ മതി. നിന്നൊന്ന് പരിചയപ്പെടുത്താം. എന്റെ അനന്തരവനാ, നല്ല അഭ്യാസിയ. പോലീസുകാരി എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. ലക്ഷണമൊത്ത വീരാങ്കന. അമ്മാവനും നോക്കട്ടെ. ഈ കളരിയിൽ വിളക്ക് ഊതുമ്പോഴേക്കും ഇവിടെ നിന്റെ ഭാര്യയാക്കാൻ പറ്റുമോ അമ്മാവൻ നോക്കട്ടെ. നമുക്ക് ആരംഭിക്കാം. SI സാറിന് വന്നോട്ടെ. ഇയാൾ അവിടെ പോയി കിടക്കുന്നു. പ്രതാപ സാറിന്റെ വരവ് കണ്ടിട്ട് നോക്കിയതാ. എന്നതാ പ്രതാപൻ സാറിന്റെ വരവിനൊരു പ്രത്യേകത? വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടി വരുന്ന പോലെ ഇല്ലേ? അരമലെ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ട്. ആദ്യം ഇവിടുത്തെ SI. SI ഒക്കെ സ്റ്റേഷനിൽ. എന്റെ കളരിയിൽ എന്റെ ശിഷ്യമാർ കൃത്യനിഷ്ഠ പാലിച്ചിരിക്കണം. അരമലെ തുടങ്ങിക്കോ. ആദ്യം നമുക്ക് വെറും കൈ അഭ്യാസം പഠിക്കാം. അല്ല, അത് എനിക്കറിയാം. ഇവരെ പഠിപ്പിക്കും. അവിടെ ചവിട്ടി വലിച്ചിറക്കി ഞാൻ കാണിച്ചതുപോലെ കാണിക്കൂ. ഇടിച്ചു, വലിച്ചിറക്കി, അടിച്ചു, കൊണ്ടുപോയി. കാണിക്കേ. ഇടിച്ചു, പിടിച്ചിറക്കി, അടിച്ചു, ചവിട്ടി. എന്റെ പുരുഷോത്തമ, ഇങ്ങനല്ല. ഞാൻ കാണിച്ച ശ്രദ്ധിച്ച്. ജോക്കർ കാണിക്കുന്നുണ്ടായിരുന്നു. അയാൾ ചെയ്യുന്ന പോലെ ചെയ്യ്. ഇടിച്ച്, ചവിട്ടി, വലിച്ചിറക്കണം. അത് പറയാൻ ഇവിടെ ആശാനുണ്ട്. ഇനി അടുത്ത് നോക്കാം. ആശാനെ, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. തറയിൽ കിടന്ന സാധനം എടുത്തതാ. കളരിയാണ് വേണ്ടത്. കളരി. കളരിയെങ്കിൽ കളരി. ആരോമലെ തുടങ്ങിക്കോ. ഇന്നത്തെ കളരി അഭ്യാസം ഇവിടെ അവസാനിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ വാൾപ്പേറ്റ് ഹൃദയസ്ഥമാക്കി കഴിഞ്ഞു. ഇനി 10-9 പേർ ആക്രമിക്കാൻ വന്നാലും നിങ്ങൾക്ക് അവരെ നേരിടാം. ഈ കളരിയിൽ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. വരൂ. പ്രതാപന സിയും വരൂ.
ഇവരാണ് ആ രണ്ടുപേർ. മോളെ തെരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. എന്റെ അനന്തരവന്ത കളരിയിൽ വിളക്ക് തെളിയിക്കാൻ ഒരാളെ വേണം. അത് ഞാൻ മോളെയാ ഉദ്ദേശിക്കുന്നേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എന്റെ ഭർത്താവും കൂടി സമ്മതിക്കണം. ഭർത്താവോ? ഈ നിൽക്കുന്ന എസ് ഐ എന്റെ ഭർത്താവ്. എന്താ മരുമോനെ? ഒന്നുമില്ല. പോവാം. 3:30 കളരിയിൽ ഉടനെയൊന്നും ആ വിളക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഈ രണ്ടുപേരിൽ ആരാണ് ഈ കളരി അഭ്യാസികൾ നിങ്ങൾക്കറിയണ്ടേ? അറിയണം. അതിനുവേണ്ടി ഇവർ തമ്മിൽ ഒരു അംഗം കുറിക്കുന്നു. നാളെ ഇതേ സമയം ഇവർ തമ്മിൽ ഇവിടെ വെച്ച് ഏറ്റുമുട്ടുന്നു. ഭാര്യയും ഭർത്താവും. ഇതിലാര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കളരി ചരിത്രത്തിൽ ആദ്യമായി ഭാര്യയും ഭർത്താവും അങ്കത്തട്ടിൽ ഏറ്റുമുട്ടുന്നു. ആലീസിനെ വീഴ്ത്താൻ സർവ്വസന്നാഹങ്ങളുമായ എസ് ഐ പ്രതാപചന്ദ്രൻ. ആലീസിന്റെ വിജയത്തിനായി ചതിക്കുഴികൾ തീർത്ത പ്രാഞ്ചിയും കള്ളൻ വാസുവും. അങ്കത്തട്ടിൽ ചോര കിനിയുന്നതാരുടെ? വിജയം പ്രതാപചന്ദ്രനോ ആലീസിനോ? കാത്തിരുന്ന് കാണുക. നാളെ രാത്രി 9:30 കുടുംബ പോലീസ്.